أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب. إن الذين يفترون على الله الكذب لا يفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സാധാത്തുക്കൾ, സാധുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാട് അനുഗ്രഹീതമാണ്. വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുള്ള, ആദരിച്ചിട്ടുള്ള നാടാണ്. അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന എന്ന നാട് മക്കയേക്കാൾ, മക്കയുടെ ഡബിൾ ബർക്കത്തുള്ള നാടാണ്. اللهم اجعل في المدينة ضعف ما جعلته بمكة من البركة. മക്കയിൽ നീ നൽകിയ ബർക്കത്ത് എത്രയാണോ അതിന്റെ ഡബിൾ മദീനയിൽ നീ നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തത് ഇമാം ബുഖാരി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും
രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മക്കയുടെ ഡബിൾ ബർക്കത്തുള്ള മദീന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് മദീനയിലാണ്. ആ മദീനക്ക് മക്ക ശരീഫിന്റെ ഡബിൾ ബർക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കും എന്നതിൽ ഒരു മുസ്ലിമിനും സംശയം ഇല്ല. അങ്ങനെ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. ഡബിൾ ബർക്കത്ത്, വലിയ പുണ്യമുള്ള നാൾ. ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം, അത് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണ്. കഅബ ശരീഫ് നിൽക്കുന്ന മണ്ണിനേക്കാൾ ബഹുമാനം, കഅബയേക്കാൾ ബഹുമാനമുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണ്. ഒരു ഇമാമിനും ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ലെന്ന് അള്ളാഹുവിനെ പോലുള്ള പണ്ഡിതന്മാര് വ്യക്തമായി രേഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിനം, അവിടുന്ന് ജനിച്ച മാസം, അവിടുന്ന് ജനിച്ച സമയം വളരെ അനുഗ്രഹീതമാണ്. ഒരു സംശയത്തിനും അവകാശം ഇല്ല. ബിമിലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസഹൽ ലഹു മാദാ യുഫീദു റനീനുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല, ഇതിനാഹ്ലാദം പ്രകടിപ്പിക്കാത്ത ഒരു ജീവിയും ഇല്ല. ഒരൊറ്റ ഒരു വ്യക്തി ഒഴിച്ചിട്ടുണ്ട്. അവന്റെ പേരാണ് ഇബ്ലീസ്. അവൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ദുഃഖം കൊണ്ട് കരഞ്ഞു. കാരണം അവന്റെ എല്ലാ അശക്തി വിദ്യകളും നിഷ്ഫലമാകാൻ പോകുന്നു, നിഷ്ഫലമാക്കുന്ന നേതാവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇബ്ലീസ് മാത്രം കരഞ്ഞു, മറ്റുള്ളതെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചു. ഈ സന്തോഷം ഖിയാമത്ത് നാൾ വരെ പ്രകടിപ്പിച്ചുകൊണ്ടേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്ന് തുടങ്ങി. ولد الحبيب السيد المتعبد والنور من وجناته يتوقد جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد. ഒന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷം പ്രകടിപ്പിച്ചു. മലക്കുകൾ മുഴുവനും സന്തോഷം പ്രകടിപ്പിച്ചു. ഇബ്ലീസ് മാത്രം സന്തോഷിച്ചില്ല, അവൻ കരഞ്ഞു. ഇത് ചരിത്രമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ജനിച്ചു, ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലെത്തി. മക്കയിൽ വന്നതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, മദീനയിൽ വന്നതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നബിതങ്ങൾ വരുമ്പോൾ മദീന മുഴുവനും സന്തോഷം പ്രകടിപ്പിച്ചു. അന്ന് സ്ത്രീകൾ പുരുഷന്മാരുമായി കാണാൻ പാടില്ല. സ്ത്രീകളുടെ
പാട്ടും പരിപാടികളൊന്നും പുരുഷന്മാർ കേൾക്കാൻ പാടില്ല, സ്ത്രീകളും പുരുഷന്മാർ തമ്മിൽ തൊടാൻ പാടില്ല. ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും വന്നിട്ടില്ലാത്ത കാലമാണ്. എന്തിനധികം പറയണം, മദ്യപിക്കരുത് എന്ന നിയമം പോലും വരുന്നതിന്റെ മുമ്പാണ്. അന്ന് ആബാലവൃദ്ധം ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ മദീനയുടെ താഴ്വരകളിൽ വഴിയോരങ്ങളിൽ വന്നു നിന്ന് എല്ലാവരും കൂടി മൗലിദോതി. من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا. ഞങ്ങൾക്കതാ പരിപൂർണ ചന്ദ്രനെ പോലെ തിളങ്ങിക്കൊണ്ട് സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു തരുന്ന മഹാനായ നേതാവ് ഉദിച്ചിരിക്കുന്നു. അതിനല്ലേ നമ്മുടെ മങ്കൂസുബുലിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദീ അഖ്റഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ ചന്ദ്രൻ ഉദിച്ചുയർന്ന റബീഉൽ അവ്വൽ. ഉദിച്ചു എന്നാ പറഞ്ഞേ, മനസ്സിലായില്ലേ? ഉദിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത, സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥത സൂര്യൻ പണ്ടേ ഉണ്ട്. ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം വെളിച്ചത്തൊന്നും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൗജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഉണ്ടാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാവിനെ, നബി തങ്ങളുടെ ഒളിവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ഉദിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. മദീനയിലേക്ക് ഉദിച്ചതും അന്ന് തന്നെ. സഹാബത്ത് മൗലിദ് ഓതാണ്. എന്നിട്ട് അതിന് ശേഷം وجب الشكر علينا ما دعا لله داع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് പ്രമാണിച്ച് അല്ലാഹുവിന് നന്ദി ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. സഹാബികൾ ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ്, നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനം നമുക്ക് കടപ്പാടാണ്. അതേതെങ്കിലും ഒരാൾ നോട്ടീസ് ഇറക്കിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാലോ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കി അയ്യത്തായാലോ, അതിന്റെ പേരിൽ ഒന്നും തന്നെ നമുക്കത് നിർത്തിവെക്കാൻ പറ്റൂല എന്ന് സഹാബത്ത് അന്ന് തന്നെ പാടുകയാണ്. അതേ അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന, ക്ഷണിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ബാങ്ക് കൊടുക്കുന്നവൻ ബാക്കിയുള്ള കാലത്തോളം, ബാങ്ക് കൊടുക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം, ഒരു പ്രബോധകനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം നമുക്ക് നബിതങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനം കടപ്പാടാണ്. ആരെതിർത്താലും അത് നീക്കിവെക്കാനോ മാറ്റിവെക്കാനോ പാടില്ല എന്ന് സഹാബികൾ നബിതങ്ങളെ മുന്നിൽ വെച്ച് രഹസ്യമായി പാടുകയാണ്. മൗലിദോതുന്ന സമയത്ത് നബിയെ വിളിക്കലുണ്ട്, നബിതങ്ങളോട് പറയലുണ്ട്. അടുത്ത പരിപാടി അതാണ് സഹാബത്തിന്റെ മൗലിദില്. അയ്യൂഹൽ മബ്ഊസു ഫീനാ ബിൽ അംരിൽ മുതാഅ്, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയേ, അയ്യൂഹൽ മബ്ഊസു ഫീനാ, നബിതങ്ങളെ വിളിക്കുകയാണ്, പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വിളിക്കുന്നതിനും പറയുന്നതിനും വല്ല കുഴപ്പവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കണ്ണിന് കാഴ്ചയില്ലാതെ വന്ന വ്യക്തിയുടെ കണ്ണിന് കാഴ്ച ലഭിക്കാൻ
നബി തങ്ങൾ പറഞ്ഞത് നബിയെ വിളിക്കാനും പറയാനുമല്ലേ? അതല്ലേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മാ തവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖദിയ ലീ ഔ ലിതുഖദാ ലീ അല്ലാഹുമ്മ ഫസഫിഹു ഫിയാ. കണ്ണിന്റെ കാഴ്ച കിട്ടാൻ നീ നന്നായി ഒന്ന് ഒതുവെടുത്തോ, 2 റക്അത്ത് നന്നായി നിസ്കരിച്ചോ. എന്നിട്ട് നീ ഇങ്ങനെ അങ്ങ് പറഞ്ഞു, അല്ലാഹുവേ നീ അസ്അലുക മാ തവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ, അനുഗ്രഹത്തിന്റെ പ്രവാചകനായ കാരുണ്യത്തിന്റെ നബിയായ ആ നബിയെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്, നബിയെ അടയാളനാക്കി ചോദിക്കുന്നു അല്ലാഹ്. അതിന്റെ പുറമെ ഞാൻ ആ നബിയെ വിളിച്ചു തേടുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ കാര്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി എന്റെ റബ്ബിലേക്ക് അങ്ങയെ മുൻനിർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടുത്തെ റെക്കമെന്റ് വേണമെന്ന് അതാ ആ വാക്കിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പടച്ചറബേ റെക്കമെന്റിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയോട്, അവിടുത്തെ റെക്കമെന്റ് നീയൊന്ന് സ്വീകരിക്കണേ. ഇങ്ങനെ നിബിധങ്ങളെ ഇടയാളനാക്കി പറയാനും നിബിധങ്ങളെ വിളിച്ചു തേടാനും പൊതുവെടുത്ത് നിസ്കരിച്ചിട്ടാ സൽക്കർമ്മം ചെയ്യാൻ, ആ പുണ്യം ചെയ്യാൻ ഉപദേശിച്ചതാരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് പ്രചരിപ്പിച്ചതിനാൽ മുൻകല്ല് പൊട്ടിത്തെറിക്കേണ്ടി വന്ന, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കേണ്ടി വന്ന, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടും അതിൽ നിന്ന് പിൻവാങ്ങാത്ത, പോരാ കഴുത്തിന് മുണ്ടിട്ടിട്ട് മുശ്രിക്കീങ്ങൾ പിടിച്ചു വലിച്ച് മുറുക്കിയപ്പോഴും അതിൽ നിന്ന് പിൻവാങ്ങാതെ സത്യത്തിന്റെ പ്രചരണവുമായി മുന്നോട്ട് നീങ്ങിയ തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ വിളിക്കാൻ, നബിയോട് തേടാൻ, നബി തങ്ങളെ അടയാളനാക്കാൻ ഉപദേശിച്ച സംഭവം ഹദീസിന്റെ കിതാബുകളിലുള്ളത് സഹീഹാണെന്ന് പറഞ്ഞത് പേരോടല്ല, ശൈഖുന കാന്തപുരമല്ല, മർഹൂം കണ്യത്തുസ്താദല്ല. ആ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞത് എ ക്ലാസ് മുജാഹിദ് മൗലവി നാസറുദ്ദീൻ അൽബാനിയാണ് കേട്ടോ. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ മുസ്ലിമീങ്ങളെ റമളാനിന്റെ മഹത്തായ രാത്രിയിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ തർക്കവും ഭിന്നതയും അനൈക്യവും തല്ലും നടക്കണം എന്ന് മനസ്സിലാക്കി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന മുജാഹിദിന ആശയം സ്ഥിരീകരിക്കാൻ വേണ്ടി ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത നാസറുദ്ദീൻ അൽബാനിയാണ് ഈ റസൂലുള്ളാഹിനെ വിളിച്ചു തേടാൻ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയത്. മിസ്കാത്തിന്റെ അടിക്കുറിപ്പിൽ വരെ അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പ് കാണാം. ഒരു വ്യക്തിക്കും തസ്തമില്ല, നബിയെ വിളിക്കണം പറയണം, വിളിക്കാൻ പറയണം. പിന്നെ ചിലർക്കൊരു സംശയം, മരിച്ചവരെ വിളിക്കാവോ? അത് ലോകത്ത് അങ്ങനെ ഒരു വിഡിത്തം പറഞ്ഞവൻ പുത്തൻവാദികളല്ല ലോകത്താരുമില്ല, മരിച്ചവരെ വിളിച്ചത്. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഞാനിപ്പോ ഇവിടെ കയറിയിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങളാരെയും വിളിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞില്ല. വെള്ളിയാഴ്ച ഖുത്ബക്ക് വന്ന ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് പറഞ്ഞു. സലാം ചെല്ലുമ്പോൾ വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് സലാം പറയുന്നത്? വിളിച്ചിട്ടല്ല. പക്ഷേ മരിച്ചവരെ വിളിച്ച് സലാം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്. കാരണം അങ്ങനെ സംശയത്തിനുണ്ട്. സലാം ചെല്ലുമ്പോൾ സാധാരണ വിളിച്ച് സലാം തരണ്ട, പക്ഷെ മരിച്ചവർക്ക് സലാം പറയണോ വിളിച്ചിട്ട് പറയണം. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻശാഅല്ലാഹു ബികും ലാഹിഖൂൻ. അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഇങ്ങനെ മരിച്ചവരെ വിളിച്ച് സലാം പറയണോ എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചവരെ വിളിച്ചുകൂടാന്ന് ഏത് അബൂജഹലാണ് പഠിപ്പിച്ചത്? മരിച്ചവരെ വിളിച്ചുകൂടാന്ന് ഏത് ഐഎസ്ആറിനെ പഠിപ്പിച്ചത്? ഞങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരെ വിളിച്ച് സലാം പറയാനാ പറഞ്ഞു. മരിച്ചവരെ വിളിക്കണമെന്ന് പറഞ്ഞില്ല. നബിതങ്ങളെ വിളിക്കണോ? നബിതങ്ങളെ വിളിക്കാതെ മുസ്ലിം ആവില്ല.
അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. വിളിക്കാതെ മുസ്ലിമായി നിസ്കരിച്ച് ജീവിക്കാൻ കഴിയോ? അപ്പൊ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൗതിക ലോകത്തോട് ബാഹ്യമായി വിട പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, എന്നിട്ട് ആശംസയർപ്പിക്കണം. അങ്ങനെ വിളിക്കുമ്പോ കേൾക്കോന്നുള്ള നബി തങ്ങളാ പറയേണ്ടത്, മൗലവിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫൗസ് അലൈഹി സലാം. എവിടുന്ന് മുന്നൂറിന് വിളിച്ചാലും ശരി, നിങ്ങൾ കർമാടെന്ന് വിളിച്ചാലും ശരി, അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും ശരി, എന്റെ ഉമ്മത്തുകള് മുഅ്മിനീങ്ങള് വഫാത്തിന്റെ ശേഷം എന്നെ വിളിച്ചാൽ ആദ്യം ഉത്തരം ചെയ്യാനുള്ള സംവിധാനം എനിക്ക് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങളോട് ഞാൻ കേൾക്കൂലെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ അവരെ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ട. അവർ അയ്യത്തേരാണ്, അവര് ഇസ്ലാമിന്റെ ആളുകളല്ല. അതുകൊണ്ട് ആ തീവ്രവാദികളെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞു വിശ്വസിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യാതൊരു സംശയവും വേണ്ട. ഞാൻ മടക്കുകയും ചെയ്യും, കേൾക്കൽ മാത്രമല്ല മടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കല് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള സഹാബികൾ റസൂലുള്ളാഹിനെ വിളിച്ചതല്ലേ എന്ന് ചോദിക്കണ്ട. വഫാത്തിന്റെ ശേഷവും 5 നേരം വിളിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. അയ്യുഹൽ മബ്ഊസു ഫീനാ കിതാബിൽ ലംദിൽ മുതാഅ്. റബീഉൽ അവ്വൽ 12 മൗലിദ്, അതും മദീനയിൽ. ആ മൗലിദിൽ സഹാബത്ത് പറയുന്ന വാക്ക്, ഓ നബിയേ, തങ്ങളുടെ ജന്മനാട്ടിലുള്ള വിവരമില്ലാത്ത വിശ്വാസികൾ ചെയ്തത് മുഴുവനും തമ്മാടിത്തമായി പോയി. അവര് ചെയ്തത് മുഴുവനും വിവരക്കേടായി പോയി. കാരണം പറയേണ്ടതില്ലല്ലോ, അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനം അത് നിരാകരിക്കേണ്ട പ്രസ്ഥാനമല്ല, അംഗീകരിക്കേണ്ട പ്രസ്ഥാനമാണ്. അനുസരിക്കപ്പെടേണ്ടുന്ന, അംഗീകരിക്കപ്പെടേണ്ടുന്ന ആശയവുമായിട്ടാണ് അവിടുന്ന് വന്നത്. തങ്ങൾ ഒരിക്കലും തന്നെ നിരാകരിക്കേണ്ട ഒരാശയവും പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശങ്ങളും ഭൂമികളും നക്ഷത്രങ്ങളും ഗാലക്സികളും മരങ്ങളും മലക്കുകളും മനുഷ്യരും ജിന്നുകളും സസ്യങ്ങളും മത്സ്യങ്ങളും ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ഞാനൊരു സാധാരണ മനുഷ്യനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ലോകസത്താവായ അല്ലാഹു എന്റെയും അതെ അവന്റെയും അതുപോലെ ജനങ്ങളുടെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയായി നിയോഗിച്ചയക്കപ്പെട്ടുള്ള വ്യക്തിയാണ് ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ഇതാണല്ലോ അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ ആശയം. ആ ആശയത്തോടുകൂടി അവിടുന്ന് പഠിപ്പിച്ച ഏത് വിഷയം നിങ്ങളെടുത്തോ, 5 നേരത്തെ നിസ്കാരമെടുത്തോ, അത് ആരോഗ്യത്തിന് ഗുണകരമല്ലേ? അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ആരോഗ്യത്തിന് ഗുണകരമല്ലേ? സക്കാത്ത് അത് പാവപ്പെട്ടവർക്ക് സഹായമല്ലേ? നോമ്പ് എന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമല്ലേ? ഹജ്ജ് എന്ന് പറയുന്നത് അതിനെത്ര പണം ചെലവഴിച്ചാലും ലോകം മുഴുക്കയുള്ള സ്ഥലങ്ങളിൽ വരുന്ന മുഴുവൻ ജനങ്ങളുമായും ബന്ധപ്പെടാനുള്ള, എല്ലാ ജനങ്ങളെയും പരിചയപ്പെടാനുള്ള നല്ല ഒരു ചാൻസ് അല്ലേ? ഭൗതികമായി ചിന്തിച്ചാലും ആത്മീയമായി ചിന്തിച്ചാലും ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ എവിടെയെങ്കിലും നിരാകരിക്കേണ്ടതുണ്ടോ? ഇനി ചോദിക്കട്ടെ, അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ പലിശ ചൂഷണമല്ലേ? അതാ വിരോധിക്കേണ്ടതല്ലേ? മദ്യപാനം വളരെ നാശമല്ലേ? ആത്മഹത്യ എന്ന് പറഞ്ഞത് വലിയ ദോഷമല്ലേ? എങ്ങനെ അവിടുന്ന് വിരോധിച്ച ഏത് വിഷയമുണ്ടെങ്കിലും ശരി, അത് പരസ്പരം കുറ്റം പറയുന്ന ദൈവത്താണെങ്കിലും ശരി, സ്നേഹിക്കുന്നവരെ അകറ്റിക്കളയാൻ വേണ്ടി പറയുന്ന നമീമത്താണെങ്കിലും ശരി, തർക്കം വലിച്ചിട്ട് മുസ്ലിമീങ്ങളെ മനസ്സ് ദുഷിപ്പിക്കാനുള്ള താർക്കികളുടെ വലിയ
വെല്ലുവിളികളാണെങ്കിലും ശരി അല്ലാഹു ജല്ല ജലാലുഹു വിരോധിച്ച നബിതങ്ങൾ വിരോധിച്ച എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളെ നിരാകരിക്കേണ്ടത് തന്നെയല്ലേ. മാതാപിതാക്കളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതല്ലേ. കുട്ടികളോട് കാരുണ്യം വേണ്ടതല്ലേ. അതേ ഭാര്യമാരെ പീഡിപ്പിക്കാതെ ജീവിക്കേണ്ടതല്ലേ. ഭാര്യമാര് ഭർത്താക്കന്മാരെ വഞ്ചിക്കാതെ നീങ്ങേണ്ടതല്ലേ. അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതല്ലേ. കുടുംബ ബന്ധം ചേർക്കേണ്ടതല്ലേ. അതേ ഏത് വിഷയത്തിലാണ് അവിടുന്ന് പഠിപ്പിച്ച എന്തെങ്കിലും ഒരു വിഷയം എവിടെയാണ് നിരാകരിക്കേണ്ടതുള്ളത്, എവിടെയാണ് അവിടുന്ന് വിരോധിച്ചൊരു കാര്യം ആവശ്യമുള്ളത്, അവിടുന്ന് കൽപ്പിച്ചൊരു കാര്യം എന്താണ് നിഷേധിക്കേണ്ടതുള്ളത്? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. ആ നബിതങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ്, അനുസരിക്കപ്പെടേണ്ടതാണ്. അത് സ്വഹാബത്ത് അന്ന് തന്നെ മൗലിദിൽ പ്രഖ്യാപിക്കുകയാണ്. മൗലിദ് പരിപാടികൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനാണ്, നബിതങ്ങളെ മഹത്വം പറയാനാണ്, ജനങ്ങളെ മനസ്സുകൾ അല്ലാഹുവിന്റെ റസൂലിലേക്കും ദീനുൽ ഇസ്ലാമിലേക്കും ജനങ്ങളെ മനസ്സുകളെ വിളിക്കാനാണ്. അതുകൊണ്ട് അന്ന് തന്നെ സ്വഹാബത്ത് മൗലിദ് പരിപാടി എങ്ങനെ വേണമെന്നത് ലോകത്തിന് ശരിക്കും പഠിപ്പിക്കുകയാണ്. നബിയെ വിളിക്കണം, പറയണം, ഇസ്ലാമിന്റെ മഹത്വം പറയണം, നബിതങ്ങളുടെ ശ്രേഷ്ഠത പറയണം. അതെല്ലാം അതേ മൗലിദിൽ ഉൾക്കൊള്ളുന്ന സത്യങ്ങളാണ്. സത്യമല്ലാതെ ഒന്നും മൗലിദിലില്ല. അത് തന്നെയാണ് സുഹൃത്തുക്കളെ. അയ്യുഹൽ മബ്ഊതു ഫീനാ ജിതാബിൽ അംരിൽ മുതാഇ. അതേ സ്വഹാബത്ത് അന്ന് തന്നെ മൗലിദിൽ പ്രഖ്യാപിക്കുകയാണ്. മദീന മൗലിദിൽ മർഹബ പാടണം, മൗലിദിൽ മർഹബ ചൊല്ലി കാണിച്ചു തരികയാണ്. അതേ മദീന തങ്ങൾ വന്നപ്പോൾ ഈ മദീന എന്ന ഭൂമി പുണ്യഭൂമിയായി പോയി. അവിടുന്ന് വന്നാൽ അവിടുന്ന് ശ്വസിക്കുന്ന വായു പുണ്യവായുവാണ്, അവിടുന്ന് ചവിട്ടുന്ന മണ്ണ് പുണ്യമണ്ണാണ്, അവിടുന്ന് വരുന്ന നാട് പുണ്യനാടാണ്. മദീന അവിടുന്ന് വന്നു, മദീന പുണ്യഭൂമിയായി. മർഹബാ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വരവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ എതിരേൽക്കാതിരിക്കുമോ? ഞങ്ങൾ സ്വാഗതം ചെയ്യാതിരിക്കുമോ? ഈമാൻ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ജന്മത്തെ സ്വാഗതം ചെയ്യാതിരിക്കുമോ? അവിടുത്തെ വരവിനെ സ്വാഗതം ചെയ്യാതിരിക്കുമോ? അവിടുത്തെ ആശയത്തെ സ്വാഗതം ചെയ്യാതിരിക്കുമോ? മർഹബാ യാ ഖൈറ ദാഇ. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഐഎസ്ആർ തൃപ്തിപ്പെട്ടിട്ടില്ല, ഭീകരവാദികൾ തൃപ്തിപ്പെട്ടിട്ടില്ല. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു സഹാബത്തിനെ പിന്തുടർന്നവരെ. നിങ്ങൾ ഐഎസിന്റെ തൃപ്തി നോക്കുന്നു, അല്ല സഹാബത്തിന്റെ വഴി പിന്തുടർന്ന് അല്ലാഹുവിന്റെ തൃപ്തി നോക്കുന്നു. ഇത് മാത്രമേ മുസ്ലിമീങ്ങൾ നബിദിനത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ടതുള്ളൂ, മൗലിദിന്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടതുള്ളൂ. ഓ മുസ്ലിമീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാനാണ് താല്പര്യം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നേരത്തെ ഉസ്താദ് ഓതി. അതിലൊന്നാമത്തെ വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൗലിദിന് അംഗീകാരം കൊടുക്കുന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ പാടിയതൊക്കെ അംഗീകാരം കൊടുക്കുന്നു. പോരാ, ആ നിബിധങ്ങൾ മരണപ്പെട്ടുപോയവരെ സ്നേഹിക്കാൻ എന്ത് വേണമെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങളിൽ ഒരു സംഭവം ഇമാം ബുഖാരി മുസ്ലിമിൽപ്പെട്ടു.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് വലിയ സ്നേഹം, പക്ഷേ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാകിൻ കാന യുക്സിറു ദിക്റഹാ, ഖദീജ ബീവിയുടെ ധാരാളം മദ്ഹുകൾ പറയുന്നു. സ്നേഹം പ്രകടിപ്പിക്കൽ മദ്ഹു പറഞ്ഞിട്ടാണ്. പിന്നെയോ ആട്ടിനേറുത്തിട്ട് ഭക്ഷണം, മാംസം, അർത്ഥഭക്ഷണം അർത്ഥത്തിന് മുമ്പ് ഭക്ഷണമാവില്ല. മനസ്സിലായില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം തുടങ്ങിയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ ഭക്ഷണം കൊടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന. അതാണ് ഉദ്ഹിയ്യ. അവരനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ. ഒരു മുജാഹിദ് അങ്ങനെ മരിച്ചവരെ അനുസ്മരിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനൊന്നും എന്നെ കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഒട്ടകത്തെ അല്ലെങ്കിൽ പശുവിനെ അല്ലെങ്കിൽ ആട്ടിനെ ജീവനോടെ കൊടുക്കാണ്. അത് അർത്ഥ ഭക്ഷണമായി പോകും. അർക്കുന്നതിന് മുമ്പ് ഭക്ഷണമാവില്ല. അതുകൊണ്ട് അർത്ഥിട്ട് കൊടുക്കല്ല, ജീവനോട് കൊടുക്കാൻ. ഉദയത്താവൂല, ഭക്ഷണം കൊടുക്കണം. ഉദയത്താകണമെങ്കിൽ ആ അറുത്ത് കൊടുക്കണം. അങ്ങനെ തന്നെ അങ്ങോട്ട് ആ ഉദയത്താവൂല, ആ അറുത്ത് കൊടുക്കണം. കണ്ടില്ലേ? മകൻ കുട്ടി ജനിച്ചാൽ അസൈക്കത്ത് അറുത്ത് കൊടുക്കണം. ഒരാട്ടിന് അങ്ങനെ തന്നെ കൊടുത്താൽ വരാം. കാരണം ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി തങ്ങളോട് ചോദ്യ, ഇസ്ലാമിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം എന്താ നബിയെ? ഭക്ഷണം നൽകൽ. ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം. ആ പുണ്യകർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയ, മരണപ്പെട്ടുപോയ ഖദീജ ബീവിയുടെ സ്മരണക്കായി നിർവഹിക്കുന്നു. അതാണ് ആട്ടിനെ അറുത്ത് മാംസം കഷ്ണമാക്കി നുറുക്കി ഖദീജ ബീവിയെ സ്നേഹിക്കുന്ന കൂട്ടാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു, കൊടുത്തയക്കുന്നു. അങ്ങനെയല്ലേ റബീഉൽ ഭക്ഷണം കൊടുത്തയക്കുന്നു, ഭക്ഷണം കൊടുത്തയക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. മരണപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ അതിന് പറയുന്നതിന്റെ പുറമെ ഭക്ഷണം അവരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യുക. ഇതല്ലേ നമ്മുടെ മൗലിക പരിപാടിയിൽ നടക്കുന്ന കാര്യം. ഈ കാര്യത്തെ കുറിച്ചാണ് നേരത്തെ സാറവറുകൾ പറഞ്ഞത്. ഹൈറായ കാര്യം നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ വിജയിക്കും. ഖുർആൻ തെറ്റിദ്ധരിക്കല്ല. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ഖുർആൻ തള്ളുന്നവരല്ല, ഖുർആൻ സ്വീകരിക്കാത്തവരല്ല. ഖുർആൻ സ്വീകരിക്കുന്നതിന് അവർക്കൊരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡമാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞത്. ഖുർആൻ നമ്മേക്കാൾ അറിയുന്നവർ സഹാബികളാണ്. സഹാബികളിൽ നിന്ന് പഠിച്ചവർ അവരുടെ ശിഷ്യന്മാരാണ്, അവരിൽ നിന്ന് പഠിച്ചവർ അവരെ ശിഷ്യന്മാരാണ്. അങ്ങനെ തലമുറ തലമുറയായി ഖുർആനിന്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയം കൈമാറി വന്ന പാരമ്പര്യം. ആ പാരമ്പര്യത്തിലൂടെ ഖുർആൻ ഗ്രഹിക്കണം. ഭാഷാർത്ഥം നോക്കി ഗ്രഹിക്കാൻ പറ്റില്ല. ഭാഷാർത്ഥം നോക്കി ഗ്രഹിച്ചിട്ട് അയ്യത്തുണ്ടായത് ഒരൊറ്റ സുന്നി അയ്യത്തിൽ ഉണ്ടായില്ലല്ലോ, പിടിച്ചില്ലല്ലോ. ഇതിന്റെ കാരണം നമ്മൾ പാരമ്പര്യം നോക്കിയിട്ട് ഖുർആൻ മനസ്സിലാവും. അല്ലാത്തവര് ഭാഷാർത്ഥം നോക്കി. ഭാഷാർത്ഥം നോക്കിയാൽ എവിടെ? ഭാഷാർത്ഥം നോക്കിയിട്ട് നമ്മളെപ്പോഴും പ്രചനം കാട്ടാൻ കുറെ കുറ്റവാദികൾ. എന്താണ് അവരൊരു അറിവ്? അല്ലാഹുവിന് അവർക്ക് നല്ല ബുദ്ധിമുട്ട്. ഒരു 100 കൊല്ലായിട്ടുള്ള ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോ ഒരു സുന്നിയുണ്ട്, ഒരു സുന്നിയല്ലാത്തുണ്ട്. ഒരു ഐഎസ്ആറിനുണ്ട്, ഒരു സുന്നി. ഐഎസ്ആറിന് ചെയ്തു ഉദാഹരണമാണ്. കാർക്ക് ചുറ്റും ചുമർമലെടുത്ത് ഒപ്പിടും. ഒരു സുന്നി ഒരു ചുമർമത്തുപ്പല്ലടോ, അതിന്റെ ചുമർമത്തുപ്പാൻ പാടും. ഇവിടെ ഈ ആസ്പത്രിയുടെ ചുമർമത്ത്. അപ്പൊ ഇയാള് എന്തിടെ ഇരിക്കുന്നുണ്ട്? ഇവരല്ലേ ഇവിടെ തുപ്പുകാന്ന് എഴുതി കണ്ടില്ലേ? ചുമർമല് ഇവിടെ തുപ്പുക എഴുതി വെച്ചിട്ടില്ലേ? എന്നോട് തുപ്പാതെ പോകാൻ പാടും. തുപ്പുക എന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ തുപ്പണ്ടേ? അപ്പൊ ഈ സുന്നി പറഞ്ഞോ, ഈ ആസ്പത്രി ഉണ്ടാക്കിയിട്ട് 100 കൊല്ലം, ഈ 100 കൊല്ലവും അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പെയിന്റ് മാറ്റിയത് ആ എഴുതി വെച്ച് കണ്ടുവന്നവരാ ഈ ആസ്പത്രി മുഴുവനോടും. ഈ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യ ചുമരുമ്പോ തുപ്പിയില്ല. അവരെവിടെയാ തുപ്പിയത്?
അതിന്റെ നേരെ ചുവടെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് പൂഴിയുണ്ട്. ആ പൂഴിയിലാ കുത്തിയില്ല. അപ്പൊ ഇവൻ അത് നിങ്ങളെ പാരമ്പര്യമാണ്. ഈ പൂഴി തുപ്പ ചട്ടി തുപ്പ എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞത് എഴുത്ത് നോക്കിയിട്ടാണ്. എഴുതി വെച്ചത് ഇവിടെ എന്നാ, അല്ലാതെ ചട്ടിയിലല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയാൽ അവിടെ തുപ്പണം. ഐഎസ്കാരന്റെ ഒരു ബുദ്ധിയോക്തിങ്ങൾ അവൻ ചുമരുമ തുപ്പി, സുന്നിയായ മനുഷ്യൻ ചട്ടി തുപ്പി. അതും തുപ്പണമെങ്കിൽ മാത്രമേ തുപ്പുള്ളൂ, തുപ്പിക്കൊള്ളോന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് ചെറുപ്പം ധാരണ ഇല്ലേ? മോനെ, നമുക്ക് മുസ്ലിമികൾക്ക് എത്ര കല്യാണം കഴിക്കാം? മുസ്ലിമികൾക്ക് എത്ര വിവാഹം കഴിക്കാം? നീ പേടിക്കണ്ടടാ, നീ കല്യാണം കഴിക്കാനില്ല. എന്നാ ഇവിടെ ചോദിക്കാം, എത്ര കല്യാണം കഴിക്കാം മുസ്ലിമിക? നമുക്ക് എത്ര കല്യാണം കഴിക്കാം? നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ? 4. പടച്ച റബ്ബേ, ഒരൊറ്റ ഒന്ന്. നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റുന്ന ഞാൻ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, മാസത്തിൽ 2 ദിവസം തന്നെ 4 പോകുന്ന നേരമില്ലാത്തവരില്ല. അതുപോലെ ഒന്നിലധികം കല്യാണം കഴിച്ചാൽ നിധി പുലർത്താൻ കഴിയാത്തവരില്ല. അങ്ങനത്തെ ആളുകൾക്ക് 4 പറ്റൂല. നമുക്ക് ഒരൊറ്റ ഒന്ന്. ആർക്കെങ്കിലും 2 പറ്റുന്നവരുണ്ടാകാം, ആരെങ്കിലും 3 പറ്റുന്നവരുണ്ടാകാം, വളരെ ചുരുങ്ങിയ ചിലർക്ക് 4 പറ്റുന്നവരുണ്ടാകാം. അങ്ങനെ അല്ലാതെ നമുക്കൊക്കെ 4 പറ്റൂലല്ല. ഞാൻ ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ 4 വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാലോ, കഴിക്കണം എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം എല്ലാവരും 4 കഴിക്കണമെന്നല്ല, അനിവാര്യത ഉള്ളവര് കഴിക്കണമെന്നാണ്. ഏതുപോലെ ഇവിടെ തുപ്പാതെ തുപ്പാട് നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ മാത്രമേ തുപ്പാവൂ, ഒട്ടാകെ തുപ്പരുത്, 4 കൂടുതൽ തുപ്പരുന്ന. ഈ 4ന്റെ അപ്പുറം പോരുന്ന അതിന്റെ അർത്ഥം 4 എല്ലാവരും കേൾക്കണമെന്നല്ല. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാണത്. ഇവിടെ തുപ്പിയിട്ടേ പോകാവുന്നല്ല, നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ മാത്രമേ തുപ്പാവൂ. അത് തന്നെ ചുമരുമലിന്നല്ല, ISR വായിച്ച പോലെയല്ല, മറിച്ച് മുമ്പേ തുപ്പി വരുന്നത്. അല്ല, പാരമ്പര്യം നോക്കുന്നത്. ഈ പാരമ്പര്യം നോക്കാതെ ഈ വാചകത്തിന്റെ അർത്ഥം നോക്കിപ്പോയാൽ അപകടത്തിലാണ്. അവിടെയാണ് എല്ലാ പുത്തൻവാദവും ജന്മം കൊള്ളുന്നത്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച പാരമ്പര്യം വിട്ടുകൊണ്ട് ഖുർആൻ ഗ്രഹിക്കാനിറങ്ങി സ്വന്തം തന്നെയാണ് സ്വന്തം തന്നെ പോയി ചാടി. കുഴിയില് വലിയ കുഴിയിൽ പോയി ചാടി. അപ്പതാ മൗലവിന്റെ ക്ലാസ് കേട്ടവനായി. എവിടെയാ മുസീബത്ത് വന്നത്? മുൻഗാമികൾ നോക്കില്ലേ എന്ത് സുഖം നമുക്ക് അറിയാം. സുന്നികൾക്ക് എന്താ സുഖം അറിയോ? കാരണം നമ്മളങ്ങനെ ആര് ഖുർആൻ ക്ലാസ് എടുത്താൽ, ഹരീസ് ക്ലാസ് എടുത്താൽ, നേരത്തെ എടുത്താന്ന് പറഞ്ഞത്, നമ്മൾ ആ ഖുർആൻ ക്ലാസ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നോക്കും നമ്മുടെ മുൻഗാമികൾ എന്താ ചെയ്തത്. നമ്മൾ നോക്കുക. അവർക്കും കണ്യത്ത് ഉസ്താദ്, മർഹൂം കീഴ ഉസ്താദ്, മർഹൂം സുദഖത്തുൽ ഉസ്താദ്, മർഹൂം ഈക ഉസ്താദ്, മർഹൂം താജുൽ ഉലമാ ഉള്ളാൾ തങ്ങളും, അവരൊക്കെ നമ്മൾ കണ്ട വലിയ വലിയ പണ്ഡിതന്മാര് ഇവിടെ തീവ്രവാദം പ്രസംഗിച്ചോ, അല്ലെങ്കിൽ ഹൈന്ദവർക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ നിങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി ഇറങ്ങി അവരൊക്കെ തട്ടിക്കോന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ പറഞ്ഞോ? ഇല്ല, അവർ പറഞ്ഞില്ല. അവരുടെ നേരെ മുൻഗാമികളാണ്. ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാറിന് പുറല്ലാഹു മർക്കദ, പാറക്കടവത്ത് വലിയ ഖാദീന് പുറല്ലാഹു മർക്കദ, ശരീഅത്ത് അഹ്മദ് ബയാന് പുറല്ലാഹു മർക്കദ. അങ്ങനെ ആ നമ്മൾ കണ്ട പണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാർ എന്തായിരുന്നു അവരെ പതിവ്? പാറക്കട്ട് ഒരു വലിയ ഖാദി എന്ന് പറയുന്ന മഹാൻ എന്നോട് എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ചാത്തു പറയാണ്, കുട്ടിക്കാലത്ത് ചാത്തു എന്റെ വീട്ടിൽ തെങ്ങ് കയറുന്നതാണ്. ഏകദേശം 2 ഏക്കറോളം ഭൂമിയുണ്ട് എന്റെ തറവാട്, വീട്ടിന്റെ പറമ്പ്. അവിടെ 2 ദിവസമായിട്ട് കയറി തീർക്കുകയായിരുന്നു. ആ ചാത്തു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ കരിക്കിന് കൊട്ട വെക്കണം. അത് ഓല കൊണ്ട് മടങ്ങിട്ട് കൊട്ട വെക്കണം. നന്നായിട്ട് കൊട്ട വെക്കാൻ മടയാൻ അറിയുന്നതാണ്. അങ്ങനെ ഞാനിങ്ങനെ കൊട്ട ഇങ്ങനെ മടക്കി കൊടുക്കും, അതിങ്ങനെ വെക്കും. ആ സമയത്ത് ചാത്തു പറയുന്ന വരെ ചരിത്രങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഈ കുന്നുകളൊക്കെ ഞങ്ങൾ കാട് കെട്ടി തെളിയിച്ച് വെച്ചതാണ്. അപ്പോഴൊന്നും ഞങ്ങൾക്കൊരു പേടിയില്ല. വലിയ പാമ്പൊക്കെ കടിക്കും ചിലപ്പോൾ, ഒരു പേടിയില്ല. കാരണം പാറക്കടവ് വലിയ കാലിയാർ ഉപ്പാപ്പ. ഈ വലിയ കാലിയാർ ഉപ്പാപ്പ ഉള്ളപ്പോ
നമുക്കൊന്നും പേടിക്കണ്ടാണ്. നമ്മൾ ഉടൻ തന്നെ ഒരു വെള്ളം മന്ത്രിച്ചിരുന്നു, അതോടുകൂടെ വിഷം ഏതാണെങ്കിലും അതോടെ ഇറങ്ങിപ്പോ നമുക്കൊരു പേടിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, വലിയ കാലയായിരുന്നു പാപ്പ ഖുർആൻ പഠിച്ചതാ. പക്ഷേ ഒരമുസ്ലിം സഹോദരനായ ബഹുദൈവ വിശ്വാസിയായ സാസു വെള്ളം മന്ത്രിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയാണ്. നേരെ മറിച്ച് ചില വിവരമില്ലാത്തവർ ഖുർആൻ ക്ലാസ് എടുത്തിട്ട് തട്ടിക്കളയൂ എന്ന് ഖുർആനിന് ദുർവ്യാഖ്യാനം ചെയ്ത് അർത്ഥം പറയുന്ന തീവ്രവാദിയാകുന്ന ബിദ്അത്തുകാരൻ, മുബ്തദി, കടുത്ത മുബ്തദി. ആ മുബ്തദിന്റെ മഅന പാറക്കടവ് വലിയ ഖാദിയാര് മനസ്സിലാക്കിയില്ല. ശാദ് പറയാണ്, ഞങ്ങള് ശംസുൽ കുത്തുബിത്തങ്ങള് വലിയ ഖാദിയാരുടെ ആലിമീങ്ങൾ അന്ന് പോവുക. അന്ന് വലിയ വലിയ 4 സ്റ്റാറ്റസുള്ള ആളുകൾ പോകുന്ന വാഹനത്തിന്റെ പേര് മഞ്ചല്. വയസ്സുള്ള ആളുകളോട് ചോദിച്ചാൽ മഞ്ചല്, ഞാൻ മഞ്ചല് കണ്ടിട്ടുണ്ട്, മഞ്ചല് പോകുന്നതും കണ്ടിട്ടുണ്ട്. എനിക്കുണ്ട് വയസ്സ് കുറച്ചൊക്കെ. അപ്പോ അതിന്റെ മുമ്പ് ഉള്ളവർ വളരെ കൂടുതൽ കണ്ടു മഞ്ചൽ. അതിലാണ് അന്നത്തെ വലിയ വലിയ ജഡ്ജിമാര്, അതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര്, വലിയ പണക്കാരൊക്കെ മഞ്ചലിൽ പോകും. പിന്നെ അതിനെക്കാളും ചോറുള്ള മഞ്ചലിൽ അന്നത്തെ ആലിമീങ്ങൾ പോവും. മനസ്സിലായില്ലേ? ഇന്നത്തെ പത്ത് അസൂയക്കാരൊന്നുമില്ല. ആലിമീങ്ങൾ ഒരു നല്ല വണ്ടി പോകുമ്പോഴേക്ക് പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഹാലെന്ന് വരില്ലേ? അങ്ങനത്തെ അസൂയക്കാരൊന്നുമില്ല. ആലിമീങ്ങൾക്ക് എത്ര ബഹുമാനം കിട്ടുന്നവർക്ക് വലിയ സന്തോഷം. മോമിനികൾ അങ്ങനെ. അപ്പൊ മഞ്ചലിൽ പോകും. മഞ്ചലിൽ കൊണ്ടുപോകുന്നത് ആര്? ചാത്തു, കണ്ണൻ, കൃഷ്ണൻ, ബാലൻ, അവർക്ക് കൂടിയിട്ട് മഞ്ചലെടുക്കും. മഞ്ചൽ കൊണ്ടുപോകുമ്പോ അന്നൊരാചാരമുണ്ട്. മഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചിട്ട് ചിലപ്പോ മയ്യത്ത് കൊണ്ടുപോകും. അങ്ങനെ തന്നെ മരിച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ മിണ്ടൂല. അന്നത്തെ ആചാരം അങ്ങനെ. കാരണം കണ്ണൂർ ചാത്തലും കൊണ്ടുപോകുമ്പോ എല്ലാവരും ലായിലാഹില്ലല്ലോ. തരക്കടില്ല ലായിലാഹില്ല കൊണ്ടുപോകണമെങ്കിൽ അതൊരു സുന്നത്താന്ന് വിചാരിക്കായിരിക്കും. അപ്പൊ പിന്നെ അവരെങ്ങനെ കൊണ്ടുപോവുക? മിണ്ടാതെ. അതേ സമയത്ത് അവർ പ്രമുഖന്മാരായ ആളുകളെ മഞ്ചലിൽ കൊണ്ടുപോകുമ്പോ നല്ല ഒരു മൂളക്കം മൂളിയിട്ട് ഒരു ചെറിയ മൂളക്കത്തോടു കൂടി കൊണ്ടുപോകുക. അപ്പൊ ഞങ്ങളിങ്ങനെ പാതിയാരൊക്കെ മഞ്ചലിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദം? ഇവിടെയാണ് നമ്മുടെ മനസ്സിലാ. അതിന്റെ അപ്പുറം പെട്ടോളൂ നിങ്ങൾ. അതിന്റെ മേലങ്ങോട്ട് നിങ്ങൾ ഈ അടുത്തല്ലേ മമ്പർത്തങ്ങളും ഗോതുനായരും ചർച്ച ചെയ്തത്? നിങ്ങളുടെ നാട്ടിലല്ലേ ചർച്ച ചെയ്ത്? അപ്പൊ മമ്പർത്തങ്ങൾ എങ്ങനെയാ ഖുർആൻ മനസ്സിലാക്കിയത്? ശൈശിക് ജിഫ്രീതങ്ങളും സാമൂതിരി രാജാവും ശൈശിക് ജിഫ്രീതങ്ങൾ എങ്ങനെയാ ഖുർആൻ മനസ്സിലാക്കിയത്? മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും എങ്ങനെയാ ഖുർആൻ മനസ്സിലാക്കിയത്? ഇനി അങ്ങോട്ട് പോവാ നമ്മള് പറഞ്ഞിട്ട് ഒരു വലിയ ഭാഗം തന്നെ ഉണ്ടല്ലോ. അപ്പൊ മഹാനവറുകൾക്ക് ജിഹാദ് അറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇവിടെ എത്രയോ അമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് മഹാനവറുകൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് എന്തിനാണ്? അമുസ്ലിമീങ്ങളോട് പോരാടാനല്ല, മറിച്ച് ഐദേശികാധിപത്യം വന്ന് നമ്മുടെ രാജ്യത്തെ കാർന്ന് നശിപ്പിക്കുന്നത് കണ്ടപ്പോ ഇവിടെയുള്ള അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒന്നിച്ച് ആ വൈദേശികാധിപത്യത്തിനെതിരെ പോരാടാനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയതെങ്കിൽ ചോദിക്കട്ടെ, ഫത്ഹുൽ മുഈൻ പറഞ്ഞ ജിഹാദ് സൈനുദ്ദീൻ മഖ്ദൂമിനേക്കാൾ അറിയുന്ന പണ്ഡിതനാരാണ്? അപ്പൊ ഫത്ഹുൽ മുഈൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? മുജാഹിദുകൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കരുത്. മുജാഹിദ് ഫത്ഹുൽ മുഈൻ നോക്കി മഖബറ വിൽക്കണമെന്നുണ്ട് ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഫത്ഹുൽ മുഈൻ അങ്ങനെ ഇല്ല. ഫത്ഹുൽ മുഈൻ വസിയ്യത്തിന്റെ ബാബ് നോക്കിയാൽ മഹാന്മാരുടെ മഖബറകൾ ഇമാറത്ത് ചെയ്യുന്നത്, അതിന്റെ മേലെ കൊമ്പ ഉണ്ടാക്കുന്നത്, അത് പുണ്യകർമ്മമാണ് ഉണ്ടാകുന്നത്. പൊളിക്കണമെന്നല്ല. പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു മഖബറ പൊളിക്കണമെന്ന്, അതേതാണെന്നറിയോ? അനധികൃതമായ സ്ഥലത്ത് മഖബറ കെട്ടിണ്ടാക്കിയാൽ പൊളിക്കണമെന്ന്, അത് പള്ളി ഉണ്ടാക്കിയാലും പൊളിക്കണോ?
മക്ബർക്ക് മാത്രമല്ല, അനധികൃതമായ ഒരു തന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പള്ളി ഉണ്ടാക്കിയ പള്ളി വിളിക്കണ്ടേ? അത് മക്ബറയായതുകൊണ്ട് വിളിക്കാൻ പറഞ്ഞതല്ല, ജാറമായതുകൊണ്ട് വിളിക്കാൻ പറഞ്ഞതല്ല. അത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ട് ആ ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത് നന്നായി പഠിച്ച ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അത് പഠിപ്പിച്ചു കൊടുത്ത ഇബ്നു ഹദൽ ഹൈതമി റളിയല്ലാഹു അൻഹു മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കിൽ ചെന്നിട്ട് അതാ മുജാഹിദിന്റെ മൗലവി പറഞ്ഞതുപോലെ കരണ്ട് കിട്ടിയാൽ നിങ്ങളിത് പൊളിക്കൂന്നവര് പറഞ്ഞില്ല. കാരണം ഫത്ഹുൽ മുഈൻ വേണ്ടതുപോലെ ഗ്രഹിച്ചത് അവരാണ്, സുഹഫൊക്കെ രചിച്ചത് അവരാണ്, മുഴുവൻ ഗ്രന്ഥങ്ങളും രചിച്ചത് അവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഫത്ഹുൽ മുഈനിൽ ജിഹാദ് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്, ഖുർആനിൽ വിവക്ഷിക്കുന്നത് എന്താണ്, സർവ്വ കിതാബുകളിലും പറഞ്ഞ ജിഹാദ് എന്താണ്, അതറിയുന്ന മഹാന്മാർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മുജാഹിദ് ഫത്ഹുൽ മുഈനിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചിട്ട് മഖ്ബറ പൊളിക്കണമെന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈൻ അതിന് ഉത്തരവാദിയല്ല. ഇതുപോലെ ഫത്ഹുൽ മുഈൻ ഓതിയവരും ഓദിച്ചവരുമാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ. അവര് നിസ്കാരം കഴിഞ്ഞ ഉടനെ വലത്തോട്ട് വലത്ത് മൗമികൾ എടുത്ത് അതിലാക്കി തിരിഞ്ഞിരുന്നിട്ട് ദ്വാരന്ന് കാണിക്കാണ്ട്. കാരണം ഫത്ഹുൽ മുഈനിലുണ്ട് മൗമിൻ സമയത്ത് ആ ഇമാമിന്റെ മൗമികൾ അമീൻ പറയണോ, ഇങ്ങനെ തിരിഞ്ഞിരിക്കണോന്നുണ്ട്. മുജാഹിദികൾ എന്തോന്നു അതൂന്നുണ്ട്. എന്താണ് ഇമാമ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നെറ്റിപ്പൊയ്ക്കൊള്ളോ? അങ്ങനില്ല, അങ്ങനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പൊന്നാനി പള്ളിയിൽ അത് നടപ്പാവും. ഫത്ഹുൽ ഉണ്ടാക്കിയത് അവിടെ നടപ്പായിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ഇമാമികളെ കിതാബ? മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത് ഓരോ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി 100 ഉദാഹരണങ്ങൾ പറയാൻ. ഇതുപോലെ പരിശുദ്ധ ഖുർആനും ഹദീസും മുൻഗാമികളെ ഉദ്ധരണികളും നമ്മുടെ മുൻതലമുറയിലെ പണ്ഡിതന്മാരെങ്ങനെ കാണിച്ചു തന്നു, അതിനെങ്ങനെ നമുക്ക് നടപ്പാക്കി കാണിച്ചു തന്നു, അത് നോക്കി മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, എല്ലാവരുടെ ജുമയും ബാത്തിലാക്കുന്ന ഒരു ഏർപ്പാട് മലയാളത്തിൽ പോകുന്നു. സുബ്ഹാനല്ലാഹ്, മുജാഹിദിന് എന്താ പറയുള്ളത്? മുജാഹിദ് പറയുന്നറിയോ? ഹേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 ബിരിയാണി വെച്ചിട്ടില്ല. മനസ്സിലായേ? നിങ്ങൾ ചോദിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം മലയാളത്തിൽ ഹുതുബ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുതുബ ഓതിയിരുന്നോ? ഹുതുബ ഓതിയിരുന്ന ഭാഷയിലല്ലാതെ നിസ്കരിച്ചിരുന്നോ? നിസ്കാരത്തിനൊരു ഭാഷ, ഹുതുബക്കൊരു ഭാഷ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലുണ്ടോ? സഹാബികളിൽ ആരെങ്കിലും ജീവിതത്തിലുണ്ടോ? അവിടെ ഇങ്ങോട്ട് 1300 കൊല്ലത്തിനിടയ്ക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ജീവിതത്തിലുണ്ടോ ഹുതുബക്കൊരു ഭാഷ, ജുമഅക്കൊരു ഭാഷ? അതെവിടുന്ന് വന്നു? മുജാഹിദിന്റെ ഐഎസിന്റെ ആളുകൾ യോഗം ചേർന്ന് തീരുമാനിച്ചു അള്ളാന്റെ ശരീഅത്ത് മാറ്റാൻ, നിസ്കാരത്തിന്റെ നിയമം മാറ്റാൻ, അല്ലേ? അങ്ങനെ മലയാള ഹുതുബോധിയാൽ നിസ്കാരം ബാത്തിലാണെന്നതിന് ബുഖാരിയുടെ ഹദീസല്ലേ വിധങ്ങൾ തെളിവ് പറഞ്ഞത്. അത് പേരോട് തുന്നിച്ചേർത്തതല്ലോ, പേരോട് ജനിക്കുന്നതിന്റെ 800 കൊല്ലം മുമ്പുള്ള കിതാബിലല്ലേ, സർഹുൽ മുഹദ്ദബിൽ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ പൊളിച്ചെഴുതാൻ വന്ന, ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ വന്ന പുത്തൻവാദികളുണ്ടല്ലോ, അവരതാ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും പരിശുദ്ധ ഖുർആനും ദുർവ്യാഖ്യാനം ചെയ്ത് കൺഫ്യൂഷനാക്കി മുസ്ലിമീങ്ങളെ ദീന് നശിപ്പിക്കാനിറങ്ങി. എന്നിട്ട് ഒരു നമ്മളോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂല് ബിരിയാണി വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതിലവര് 12 മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് പുതിയൊരു വീടുണ്ടാക്കിയിട്ട് താമസിക്കുന്ന ദിവസം ഇവിടെ എന്താ പറയാ? കുറ്റൂസാണ്. എന്താ മനോജ് പറയാ? കുറ്റൂസാറിയ ഗൃഹപ്രവേശന ദിവസം ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് അവർക്ക് നല്ല ബിരിയാണി വെച്ചിട്ടുള്ള ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങൾ ഇവിടെ കണ്ടോ? ഇല്ലേ? ആ ഉണ്ട്. അതിന് മൗലിമാര് വരലില്ലേ? ഭക്ഷണം കഴിക്കലില്ലേ? നിങ്ങൾ ചോദിക്കണം, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നബിതങ്ങളോ സഹാബികളോ പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ
കുറ്റൂശ നടത്തിയിട്ടുണ്ടോ, ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എനിക്ക് വിളിക്കണം. 9447156496. നമുക്ക് ആ ഹദീസ് ഒന്ന് കാണണല്ലോ. കുറ്റൂശ നടത്തുമ്പോ മുസ്ലിയാരെ, കുറ്റൂശ നടത്തുന്ന ദിവസമുണ്ടല്ലോ, അത് ഈ വീടുണ്ടാക്കി മനുഷ്യന് വലിയ സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് ഭക്ഷണം കൊടുക്കാണ്. ഓ അങ്ങനെയാ, എന്നാ ഞങ്ങൾക്ക് കേൾക്കണോ, ഞങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യുന്നൊരു നേതാവുണ്ട്. ആ വീട് ഇറങ്ങിപ്പോകുന്ന വീടല്ല, ഞങ്ങൾ കാലകാലം താമസിക്കാൻ വേണ്ടിയുള്ള വീടാണത്. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ആ നേതാവിന്റെ ജന്മദിനം ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനം. അന്ന് ഞങ്ങൾ ബിരിയാണി കൊടുക്കും കേട്ടോ. അത് ഹറാമാണെന്ന് പറയാൻ ഖുർആനിലെ ആയത്തെവിടെ, ഹദീസെവിടെ? ഒരു തെളിവില്ലാതെ പടത്തറപ്പിന്റെ മേലിൽ പച്ചക്കള്ളം പറയുന്ന അയ്യത്തുകാരാ, ചോദിക്കട്ടെ, ഖുർആൻ നിനക്കൊന്ന് ഓതിത്തരട്ടെ. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ. അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്ന നല്ല ബിരിയാണി ഉണ്ടല്ലോ, നല്ല ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ കഴിച്ചോളൂ. വസ്കുറൂ, നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് തന്നില്ലേ, ജനിപ്പിച്ചു തന്നില്ലേ, പറഞ്ഞേച്ചു തന്നില്ലേ, നിങ്ങളെ ഉമ്മത്തുകളിൽ പെടുത്തിയില്ലേ, നിങ്ങൾ നന്ദി ചെയ്തോളൂ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തോളൂ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്തോളൂ. ഏത് അയ്യത്തുകാരൻ വന്നിട്ട് നബിദിനത്തിന്റെ ഭക്ഷണം ഹറാമാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട മുസ്ലിമേ, അല്ലാഹു പറയുന്ന ഹറാമായ ഭക്ഷണം ഞാനങ്ങ് എണ്ണിത്തരാം. ഇന്നമാ ഹറമ അലൈക്കുൽ മൈതത, ശവം നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. വദ്ദമ, ചോര ഹറാമാക്കിയതാണ്. വലഹ്മൽ ഖിൻസീർ, പന്നിയിറച്ചി ഹറാമാക്കിയതാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ദൈവത്തിന് അതാ ബലിയർപ്പിച്ചത് നിങ്ങൾക്ക് ഹറാമാണ്. ഫമനിൻ തുറ ഗൈറ ബാദിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതേ സമയത്ത് ഒരു മനുഷ്യൻ വിഷമിച്ചുപോയി, ഒരു ഭക്ഷണവും കിട്ടുന്നില്ല, അവനൊരു യാത്രയിൽ കുടുങ്ങിപ്പോയി, അവനിപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന അവസ്ഥ വന്ന് അപ്പോൾ അവനൊരു പന്നിയിറച്ചി തിന്നാതെ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വന്നാൽ അവന് പടച്ചവൻ പുറത്തു കൊടുക്കുന്നവനായിരിക്കും. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്. അപ്പൊ ഹറാമായ ഭക്ഷണം എണ്ണി പറഞ്ഞിട്ടല്ല പറയാണ്. വലാത്തൂലൂ, ഓ മുജാഹിദ് മൗലൈമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളെ നെഞ്ഞിലേക്ക് ചൂണ്ടുന്നത് കൊണ്ടോ വലാത്തൂലൂ, നിങ്ങൾ പറഞ്ഞേക്കരുതേ. നിങ്ങളുടെ നാവ് കൊണ്ട് തോന്നിവാസം കള്ളം പറയരുതേ. മുജാഹിദിന്റെ കുട്ടൂസന്റെ ആ ബിരിയാണി ഹലാലാണ്. റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിച്ചുള്ള ഭക്ഷണം ഹറാമാണ് എന്നിങ്ങനെ അത് ഹലാൽ ഇത് ഹറാമെന്ന് നിങ്ങൾ തോന്നിവാസം കള്ളം പറയല്ലേ. പടച്ചവന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറയാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയല്ലേ. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, പടച്ചവന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുന്നവര് ലാ യുഫ്ലിഹൂൻ, അവര് അതാ കുറെ പൊട്ടിപ്പിളർന്നാലും പൊട്ടിപ്പിളർന്നവരെല്ലാവരും കൂടി രണ്ടാമതും ഒന്നായാലും അതിനാര് ആശംസ പറഞ്ഞാലും ലാ യുഫ്ലിഹൂൻ, അവര് വിജയിക്കൂല. ഹലാലിനെ ഹറാമാക്കുന്നവൻ വിജയിക്കൂല. മനസ്സിലായില്ലേ? അത് ഖുർആനാണ്.
ഇത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. മുസ്ലിമീങ്ങൾ വിവരമില്ലാത്തവർ, പാരമ്പര്യം കൈവിട്ടവർ, മുൻഗാമികളെ തള്ളിപ്പറഞ്ഞവർ, ഇമാമികളെ നിഷേധിച്ചവർ, അവർ അല്ലാഹുവിന്റെ ഖുർആനോദി തോന്നിവാസം അവരെ ഇഷ്ടപ്രകാരം അവർക്ക് പറ്റിയതൊക്കെ ഹലാല്, അവർക്ക് പറ്റാത്തതൊക്കെ ഹറാമ്, നബിതങ്ങളെ ആദരിച്ചും സ്നേഹിച്ചും നടന്ന മുഴുവൻ പരിപാടിയും ഹറാമ്, അവരെ വീടിനെ പൂജിച്ചിട്ട് നടത്തുന്ന അവരെ സംബന്ധിച്ചാണ് അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ കൂടുന്ന ദിവസം ഭക്ഷണം കൊടുത്ത് പൂജിച്ചിട്ടുണ്ട് അള്ളാന്റെ നിയമത്തിന് ശുക്രിയ. അങ്ങനെ അവരെ വീട്ടിൽ താമസിക്കുന്ന ദിവസം ഭക്ഷണം കൊടുത്താൽ അത് ഹലാല്. എവിടുന്ന് കിട്ടിയതാണ് ഈ മതം? അല്ലാഹുവിന്റെ മതം സ്വന്തം ഉണ്ടാക്കും. അത് ഞങ്ങൾക്ക് പറ്റൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ثم جعلناك على شريعة من الأمر فاتبعها. നബിയേ, തങ്ങളെ ഒരു മഹത്തായ ശരീഅത്തിന്റെ മേലാക്കി. ഫത്തബിഹാ, അത് ഫോളോ ചെയ്ത് പോയിക്കോളും, അത് പിന്തുടർന്ന് പോയിക്കോളും. ഫത്തബിഹാ വലാ തത്തബിഹു അല്ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്തവരുടെ ശരീഅത്തനുസരിച്ച് പറയുന്നതൊന്നും പിന്തുടരാൻ പറ്റൂല. ശരീഅത്ത് പിന്തുടരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും വരുന്ന കടപ്പുറത്ത് 25-ാം തീയതി വെള്ളിയാഴ്ച കടപ്പുറത്ത് ശരീഅത്തിനെ സംബന്ധിച്ചു ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചൊക്കെ പറയുന്ന വലിയ പരിപാടി ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അവിടെ നിന്ന് പറയാം. സുഹൃത്തുക്കളെ, ശരീഅത്തിന് പിന്തുടർന്ന് ജീവിക്കണം. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിന്റെ നിയമം, അതിലൊരാണ്ടുള്ളത് വ്യത്യാസം വരുത്താൻ പറ്റില്ല. ശരീഅത്ത് നിയമത്തിൽ ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഈ പ്രസംഗിക്കുന്നത് നിങ്ങളെ കയ്യടി വാങ്ങാനല്ല, ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേസിട്ടാനല്ല. നമ്മുടെ ഈ മൂന്നിയൂരിലെ ഹസനിയും നമ്മുടെ മുഹമ്മദ് സുബ്ഹാനല്ലാഹ് ഇവിടെയുള്ള പ്രവർത്തകർ 1000 പേർക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 പറഞ്ഞുകൊണ്ട് ഉദ്ദേശം 1000 അല്ല, കുറേ പേര് വന്നു. ഒരു നിവൃത്തിയും തരാതെ അപ്പോ ഞാൻ വളരെ തിരക്കിനിടയിൽ കൊടുത്തൊരു പരിപാടി. തിരക്ക് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇന്ന് നേരം എടുത്തതിന് ശേഷമുള്ള തിരക്ക്. കാരണം ഒരു സംഘടന അതിന്റെ ചെറിയ ഉത്തരവാദിത്വം, അല്ലെ വലിയ ഉത്തരവാദിത്വം, വേറൊരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം, മറ്റൊരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം. ഇതൊക്കെ പുറമേ സിറാജുൽ ഹുദയുടെ കീഴിൽ 13,000 കുട്ടികൾ പഠിക്കുന്നു. ഈ കുട്ടികളെ മുഴുവൻ ഉത്തരവാദിത്വം 850 സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നു, അവരൊക്കെ ഉത്തരവാദിത്വം. എത്രയോ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നു, അതിന്റെ ഉത്തരവാദിത്വം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്വം കുറവാ. അതിന്റെ കൂടെ ഇപ്പോ സുബ്ഹാനല്ലാഹ് ചിലരുണ്ട് ഒരു പണിയില്ലാത്തവരില്ല, ഒരു പണിയില്ല. ഓരോരുത്തരെ പോയിട്ട് അമ്മികത്താറുണ്ടോ അമ്മികത്താറുണ്ടെങ്കിലും പഴയ കാലത്ത് അമ്മി വെക്കുന്ന ആൾക്കാർ ഇതുവരെ വെല്ലുവിളി സ്വീകരിക്കാറുണ്ടോ? വെല്ലുവിളി സ്വീകരിക്കും. ഒരു പണിയില്ല. അമ്മികത്താറുണ്ടോ എന്ന് ചോദിക്കാൻ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങനെ ചെയ്തു. ഷാഫി ഇമാം ഒരൊറ്റ ഒന്നിനും മറുപടി പറഞ്ഞില്ല. قالوا سكت وقد خصمت قلت لهم إن الجواب لباب الشر مفتاح. ആളുകളൊക്കെ പറയുന്നു ഞാൻ അത്തരം ആളുകൾക്ക് മറുപടി പറയുന്നില്ല എന്ന് അഭിമാനം പറയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു, അതാ തിന്മയുടെ വാതിലിന്റെ താക്കോലാണ്. അത്തരം ഒരു വിലയില്ലാത്തവർക്ക് മറുപടി പറയല് അത് തിന്മയുടെ താക്കോലാണ്. അങ്ങനെ തിന്മയുടെ വാതില് തുറക്കാൻ ഞാനില്ല. അഭിമാനം നിങ്ങൾ പറയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അതേ എന്റെ ഉദാഹരണവും എന്നെ ചീത്ത പറഞ്ഞു നടക്കുന്നവരുടെ ഉദാഹരണവും നിങ്ങൾക്കറിയില്ലേ? അഭിമാനം നിങ്ങൾ പറയാണ്. അതേ ഒരു സ്ഥലത്ത് കൽബ് എന്ന് പറയുന്നൊരു നായ, കൽബ് എന്ന് പറയുന്നൊരു ജീവി, സുഹൃത്തുക്കളെ, ആ ജീവി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ചർച്ച. നായ ഒന്നാം പേജില് വലിയ വലിയ VIP-കള്, വലിയ വലിയ ഭരണാധികാരികൾ ഇങ്ങപ്പുറത്തൊരു തെരുവ് നായ വലിയ ചർച്ചയായിപ്പോ അല്ലേ? അഭിമാനം നായർ ചർച്ച ചെയ്യാണ്. നായ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു, കുരക്കല് നിർത്തുന്നില്ല. പക്ഷേ അപ്പുറത്തൊരു സിംഹം അതിന്റെ മടയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ സിംഹം മിണ്ടുന്നില്ല.
മിണ്ടാത്ത സിംഹത്തിനാണോ വില, പരക്കുന്ന നായക്കാണോ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ശാഫിഈ ഇമാം തങ്ങളിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് പഠിച്ച ഞങ്ങൾക്ക് അറിയാം എവിടെ പറയണം, എപ്പോൾ പറയണം, ആരോട് പറയണമെന്ന് നന്നായി അറിയാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരുപാട് പണിയില്ലേ ഇവിടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക്? അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സമയമൊക്കെ വേറെ വഴിക്ക് തിരിക്കാമെന്ന് വല്ലവരും വിചാരിച്ചെങ്കിൽ ആ മൗഢ്യം ഞങ്ങളുടെ മുമ്പിൽ വില പോകൂല. ഞങ്ങൾക്കിവിടെ സുന്നത്തിയമായിട്ട് നിലനിർത്തേണ്ടതുണ്ട്, ഖുർആന്റെ ശരിയായ ആശയം പറയേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും വലിയ മുസീബത്ത് ദീനിന് വലിച്ചിടുന്ന വിദഅത്തുകാരായ തീവ്രവാദികളുടെ തീവ്രവാദത്തിന്റെ മുസീബത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പടച്ചറപ്പിന്റെ ദീനിങ്ങനെ മാറ്റിമറിക്കുന്ന പുത്തനാശയക്കാരെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ച് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലങ്ങ് തളച്ചിട്ട് കളയാമെന്ന് ഏതെങ്കിലും കക്ഷികൾക്കാരെങ്കിലും അച്ചാരം കൊടുത്ത് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ അവരതും ആ പൂതിയിൽ വെച്ച് നടക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നായ വലിയ സത്യം. നായരെ പറ്റി പറയേണ്ടതൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട്. എന്റെ 4ാമത്തെ പ്രസംഗത്തിന്റെ സീഡിയുണ്ട്, വേലുണ്ട് വിശദമായി. ഓരോ ഖുർആനിലെ ഓരോ സൂറത്ത് സംസാരിച്ചപ്പോ നായന്റെ എല്ലാ വിഷയങ്ങളും ഞാൻ 4ാമത്തെ സംസാരിച്ച സീഡികൾ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുണ്ടോ എനിക്കറിയില്ല. സൂറത്തുൽ ഹുംസ് 3 ദിവസം സംസാരിച്ചു 50 ഉറുപ്പിക എടുത്താലും DVD കിട്ടും. സൂറത്തുൽ നൂർ 200 ഉറുപ്പിക എടുത്താൽ കിട്ടും. അതുപോലെ ഒരുപാട് സീഡികളും DVDകളൊക്കെ ഉണ്ട്, അത് കേൾക്കാം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. തെരുവുനായക്ക് വെള്ളം കൊടുത്തു വരാതെ കുടിക്കാനേ അയാളെ ദോഷം കൊടുത്തു പോയി. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ശരീഅത്തിൽ എല്ലാത്തിനും നിയമമുണ്ട്. തെരുവുനായക്ക് വെള്ളം കൊടുത്താലും അള്ളാഹിന്റെ കൂലി കിട്ടും, പ്രതിഫലം കിട്ടും. എന്നാ നായ തീവ്രവാദിയായാലോ? മനുഷ്യൻ തീവ്രവാദിയായാൽ സുബ്ഹാനല്ലാഹ് കൊന്നതിന്റെ ശേഷം ഇതാ വെടിവെച്ച് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചുറ്റുപാടുള്ള നാടാ അല്ലേ? എങ്കിൽ ചോദിക്കട്ടെ, തെരുവുനായ തീവ്രവാദിയായിട്ട് വേഷന്മാരെ കടിച്ചു കൊന്നാൽ പിന്നാലെ ഓടിയിട്ട് കാണുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടിച്ചാടിച്ചാൽ, കാണുന്ന കുട്ടികളെയൊക്കെ കടിച്ചു പറിച്ചാൽ തെരുവുനായ തീവ്രവാദിയായ കുഴപ്പമൊന്നുമില്ല. തീവ്രവാദിയായ നായെ കൊല്ലണം എന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണേ പറഞ്ഞത്. നാളെ ചാപ്പ ചുമത്തണ്ട. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കോടതിയുടെ ഇവിടുത്തെ നിയമമല്ല, നിങ്ങൾ വക്കീൽമാരോട് ചോദിച്ചു. എനിക്കത് പറയാനല്ല ഡ്യൂട്ടി, എനിക്ക് ശരീഅത്തിന് പറയല ഡ്യൂട്ടി. ശരീഅത്തിന് തീവ്രവാദിയായ നായെ കൊല്ലണം, കൊല്ലണം എന്നാണ് ശരീഅത്ത്. അല്ലെങ്കിൽ കൊല്ലാമെന്നാണ്. ഈ സമയത്ത് ദ്രോഹം ചെയ്യാത്ത തെരുവുനായ അതിനും അള്ളാഹു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡ്യൂട്ടി വലിയ മാനമായ ഡ്യൂട്ടിയാണ്. തെരുവുനായ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. അള്ളാഹു വെറുതെ ഒന്നിനും പഠിച്ചില്ല. എന്താ ഡ്യൂട്ടി? ക്ലീനിങ് ആണ് എന്റെ ഡ്യൂട്ടി. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലത്ത് തെരുവുനായ നിന്ന് വന്നിട്ട് നമ്മുടെ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ ചെയ്യുന്ന അതേ സേവനാണ്. മുഴുവൻ ബാറ്റിലാക്കി, മുഴുവൻ നാറുന്ന ചോറും ഒക്കെ മൂപ്പര് ബാറ്റിലാക്കി നാശം ഒഴിവാക്കി തന്നു. ക്ലീനിങ് ആണ് മൂപ്പര് ഡ്യൂട്ടി. പക്ഷെ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ കറണ്ട് ചെയ്യലോ, ഇതിന് 5 ദിവസം ചെലവില്ല. ക്ലീനിങ് ആണ് മൂപ്പര് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന തെരുവുനായെ വെറുതെ ശല്യം ചെയ്യണ്ട, കൊല്ലണ്ട, ഉപദ്രവിക്കണ്ട. കടിക്കുന്ന നായാണോ കൊല്ലാൻ? അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു. ഓരോ നായക്ക് ഓരോ വിദ്യ. നായന്റെ കൂട്ടത്തിൽ മല്ലമായ നായ, മല്ലമായ നായ, മെല്ലല്ലോ മല്ലം എന്ന് പറഞ്ഞാൽ വേട്ട പഠിപ്പിക്കപ്പെട്ട നായ. അതിന് വലിയ പവറാ. പഠിച്ചാൽ ഏത് നായക്കും പവറാണ്. അത് വേട്ട പഠിപ്പിക്കപ്പെട്ട നായയാ. ആ നായ ചൊല്ലിട്ട് നായ പോയിട്ട് അത് പിടിച്ചു കൊണ്ടുവന്നു. ഒരു ഉറുമ്പിനെ അല്ലെങ്കിൽ ഒരു ജീവിയെ കൊണ്ടുവന്നു. ആ ജീവി കൊണ്ടുവരുന്ന സമയത്ത് തത്തുപോയി. നമുക്കതിനെ അറുക്കാതെ തിന്നാം. കാരണം അത് പഠിച്ച നായ. പഠിച്ചാൽ ഏത് നായക്കും പോകും. ചിലരില്ലേ ഒരു വിവരമില്ലാതെ ആലിമ്യങ്ങളെ പരിഹസിക്കുന്നവര്, അത് തീരെ വിവരമില്ല. വിവരമുള്ള ആരായാലും ബഹുമാനമാണ്. അങ്ങനെയുണ്ടൊരു നായ. പിന്നൊരു നായുണ്ട്, അതെപ്പറ്റി ചൂണ്ടിപ്പോണ്ട പോലീസ് നായ. കോട്ട് കളിക്കാൻ വേണ്ട,
അത് പോലീസ് നായ. വേറൊരു നായുണ്ട് സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന നായ. നായ എത്ര വിധമുണ്ട്, ഓരോന്നിനോട് എങ്ങനെ വിധമാണ് ഒക്കെ ശരീരത്തിൽ ശരീരത്തിൽ വിചാരിച്ച ചില വിചാരിച്ചതിന് നാല് കിട്ടുക. പിന്നെ ശരീരത്തിൽ കല്യാണം കഴിക്കാം വിടുക, വേറൊന്ന് കല്യാണം കഴിക്കാം വിടുക. ഇതാ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങൾ പറയുന്നതാണ് ശരിയായി. അപ്പൊ ചിലർക്ക് തോന്നുന്നു നായക്ക് വെള്ളം കൊടുത്താല് ഇങ്ങനെ വലിയ പ്രതികൾ കിട്ടൂലേ, എന്നാ പിന്നെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണോ? അവിടെ ശരീരത്തിന് വേറൊന്നിയാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തെ ഏൽപ്പിക്കുന്ന ആളുകൾ നിബിധങ്ങൾ പറയാണ്, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തില് നായ മുഖം കുത്തിയാൽ നിങ്ങൾ 7 പ്രാവശ്യം കഴുകണം. 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. ഞാനൊരു 10-20 ദിവസം മുമ്പ് ഫത്വയില്ലത് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലെങ്കിൽ ഫത്വയില്ല ഏതോ ഒരു കിതാബിൽ അല്ലെങ്കിൽ ബുഖാരി കൊടുക്കുമ്പോ ഒരു കുട്ടി ചോദിച്ചു സോപ്പിട്ട് കഴിക്കാൻ പോരെ, സോപ്പിട്ട് കഴിക്കാൻ പോരെ. ഞാൻ മതി സോപ്പ് മതിയാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ ശരീരത്തിൽ. ആ ശരീരത്തിനുള്ളത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ബുഖാരിയിലുള്ളതാ. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. കുട്ടി വെച്ച് സോപ്പ് കൊണ്ട് കഴിയാനും വൃത്തിയാവില്ലേ? ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു മണ്ണും സോപ്പും തമ്മിൽ വലിയ വ്യത്യാസമാണ്, വലിയ വ്യത്യാസം. നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് ഏറ്റവും ശ്രദ്ധതയുള്ള ജീവി മനുഷ്യൻ, ഏറ്റവും ശ്രദ്ധതയുള്ള വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യനാണ് ഏറ്റവും ശ്രദ്ധതയുള്ള ജീവി. ആ ജീവിയെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. മണ്ണിന്റെ മഹത്വം വേറൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായി, ഒന്നുമില്ല, എന്നാൽ മുസ്ഹഫ് എടുക്കൽ ഹറാം എന്ന വലിയ അശുദ്ധി ഉണ്ടായി. മുസ്ഹഫ് ഓതൽ ഹറാം, ഖുർആൻ ഓതൽ ഹറാം, വലിയ അശുദ്ധിയ, ഓതൽ ഹറാം. ഡോക്ടർ പറഞ്ഞു കുളിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. ഡോക്ടർമാര് പറഞ്ഞു അല്ലേ, വെള്ളം കിട്ടിയില്ല, എന്നാ എന്താ വേണ്ടത്? ഖുർആൻ പറയാണ് നല്ല മണ്ണെടുത്ത് തേമം ചെയ്യാണ്. എന്താ തേമം എന്ന് പറഞ്ഞാല് നീയത്തോടുകൂടി കുറച്ച് മണ്ണടിച്ചിട്ട് മുഖവും കയ്യും കഴുകുക. മുഖവും കയ്യും കഴുകിയപ്പോ ശരീരം ഒട്ടാകുള്ള വലിയ അശുദ്ധി ഉയർന്നു പോയി. മണ്ണിന്റെ ഒരു പവർ നോക്കി നിങ്ങൾ. മുഖവും കയ്യും നീയത്തോടെ കഴുകിയപ്പോ ആ വലിയ അശുദ്ധി അങ്ങനെ തന്നെ ഉയർന്നു പോയി. എവിടെങ്കിലും ഖുർആനിൽ തേമമോ സാബൂനം കയ്യിലുണ്ടോ? ഇല്ല. സോപ്പൂട്ടിയാ മതിയാവില്ല. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ, മണ്ണാണ് ഈ ഭൂമി. ആ മണ്ണിൽ തന്നെ പല വിധത്തിലുണ്ടല്ലോ. കടുത്ത മനസ്സുള്ള ചിലരില്ലേ, അങ്ങനെ പാറയുണ്ട്, നല്ല വളക്കൂറുള്ളതുണ്ട്, നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്, വളക്കൂറ് കുറഞ്ഞതുമുണ്ട്, പല സൈസുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരും പല സൈസുണ്ട്. മണ്ണെന്നല്ലേ വന്നത്. അതെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഈ മണ്ണ്, ഈ ഭൂമി ഒരു മാതാവിനെ പോലെയാണ്. മാതാവിന്റെ സ്വഭാവം എന്താണ്? ആവശ്യമുള്ളതൊക്കെ തരലാണ്. അല്ലേ, തേങ്ങ തന്നില്ലേ, മാങ്ങ തന്നില്ലേ, നെല്ല് തന്നില്ലേ, ഗോതമ്പ് തന്നില്ലേ, എല്ലാം തരികയാണ്. ഉമ്മാന്റെ സ്ഥാനത്താണ്, മാതാവിന്റെ സ്ഥാനത്താണ് ഈ ഭൂമി. പിന്നെ മാതാവിന്റെ സ്വഭാവം എന്താണ്? അതേ, ഈ കുട്ടിയുടെ ബ്ലേറ്റ വസ്തുക്കളൊക്കെ മാതാവ് ഇങ്ങനെ കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെയല്ലേ മക്കളെ, നിങ്ങളെ ഉമ്മമാപ്പമാർ നിങ്ങളെ പോറ്റുന്ന സമയത്ത് നിങ്ങളെ ഉമ്മമാര് പോറ്റിയത്? നിങ്ങളുടെ മരം അവര് വൃത്തിയാക്കിയില്ലേ, കഫം വൃത്തിയാക്കിയില്ലേ? എന്നിട്ട് നല്ല സത്തും തുണിയും ഇടിയിച്ച് നിങ്ങളെ സ്കൂളിലേക്ക് മദ്രസകളിലേക്ക് അയച്ചില്ലേ? ചെറുപ്പക്കാരെ, ആ ഉമ്മാനെ മറക്കാൻ പറ്റുമോ? ഇതുപോലെ നിങ്ങളൊന്ന് നോക്കൂ. ഈ ഭൂമിയിൽ നിങ്ങൾ വിസർജിച്ചപ്പോൾ
നിങ്ങൾ മൂത്രിച്ചപ്പോൾ നിങ്ങൾ ടാങ്കി ഉണ്ടാക്കിയത് എവിടെയാ? മണ്ണ് കുഴിച്ചിട്ട് ആ മണ്ണിലേക്ക് നിങ്ങളെ വിസർജ്യ വസ്തുക്കൾ മുഴുവനും മണ്ണ് സ്വീകരിച്ചില്ലേ? നിങ്ങൾക്ക് നാറാതെ, നിങ്ങളാ നജസിൽ കുടുങ്ങാതെ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്നിട്ടോ ആ വിസർജ്യ വസ്തുക്കൾ സ്വീകരിച്ച ഭൂമി അതിനപ്പുറം അതാ 15 മീറ്റർ അപ്പുറം എഞ്ചിനീയർ പറയാണ്, അല്ലെ 20 മീറ്റർ അപ്പുറമെന്ന് പറയാണ്, അവിടെ ഒരു നല്ല കിണർ കുഴിച്ചപ്പോൾ ഈ വിസർജ്യ വസ്തുക്കളുള്ള ടാങ്കിയിലുള്ള വെള്ളം ഈ 15 മീറ്റർ ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ 20 മീറ്റർ സഞ്ചരിച്ചപ്പോൾ കിണറ്റിലെത്തുമ്പോഴേക്ക് ശുദ്ധ വെള്ളമായി പോയി, ഫിൽട്ടർ ചെയ്തു പോയി. ചോദിക്കട്ടെ, നിന്റെ സോപ്പിന് ബഹുമാനമുണ്ടോ? ഈ മണ്ണിന് ബാഹുതയിലെ കൊടുത്ത പ്രത്യേകത അത് വല്ലാത്ത പ്രത്യേകതയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ുള്ള ഇൽമ്, കലറുമുണ്ട് എഴുതിയ ഇൽമ്, അത് ചെയ്യാവുന്നാൾ വരെയുള്ള ഇൽമാണെങ്കിൽ അതിനേക്കാൾ ഇൽമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇഹദാഹുൻ നബി തുറാബ്, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണേ. അവിടെ നിന്റെ സോപ്പിനെന്താണ് പ്രസക്തി? നിന്റെ വസ്തുക്കൾക്ക് എന്താണ് പ്രസക്തി? മുസ്ലിം ഉമ്മത്ത് പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങള്, പാരമ്പര്യമായി നടത്തി വരുന്ന ആചാരങ്ങള്, പാരമ്പര്യമായി നടത്തി വരുന്ന കർമ്മങ്ങള്, അതിൽ പുതിയ ആശയങ്ങൾ ഇട്ടിട്ട് സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ സുന്നിയുടെ പേരിൽ വന്നാലും, മുജാഹിദിന്റെ പേരിൽ വന്നാലും, ഐഎസിന്റെ പേരിൽ വന്നാലും, ജമാഅത്ത് ഇസ്ലാമിന്റെ പേരിൽ വന്നാലും, ബിരുദത്തിന്റെ പേരിൽ വന്നാലും, ബിരുദത്തിന്റെ അപ്പുറത്ത് വന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അറിവില്ലാതെ പരസ്പരത്തിന്റെ ദീന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ മനസ്സിൽ കൺഫ്യൂഷനാക്കി മുമ്പ് കാലത്തുള്ളതൊന്നും അത്ര വേണ്ടതില്ല എന്ന ഒരു തോന്നലുണ്ടാക്കി ഈ മതം തകർക്കാൻ ആരും രംഗത്ത് വരേണ്ടതില്ല എന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം كذلك ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിച്ചോളണം. ആ ശരീഅത്തിൽ ഒരു വലിയ നിയമമുണ്ട്. ആ നിയമം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് കടപ്പുറത്ത് വെച്ച് പറയാം, ഇപ്പോൾ പറയുന്നില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട നിയമമാണ് കേട്ടോ. അതിൽ 4 മദ്ഹബിനും തർക്കമില്ലാത്ത നിയമം, ഒരു ഇമാമിനും തർക്കം. എന്താണത്? അന്ന് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൽമ പോയിപ്പോണ്ടാവും. ചുരുക്കിയാണ് ഇവിടെ പറയാം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് തർക്കമില്ല. 3 നൂറ്റാണ്ടിലുള്ള ഒരു പണ്ഡിതനും ഒരു സഹായിക്കും തർക്കമില്ല. സുന്നികളല്ലാത്ത കക്ഷികളുമായി മതരംഗത്ത് ബന്ധം പാടില്ല, അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. ഒരു ഇമാമിനും തർക്കമില്ല. ശരീഅത്തിന്റെ നിയമമാണ്. ഈ നിയമത്തെ ചോദ്യം ചെയ്യരുത്, ഈ നിയമത്തെ മറികടക്കരുത്. ഈ നിയമത്തെ, മുസ്ലിം ഉമ്മത്തിന്റെ മുൻ മനസ്സിലുള്ള ഈ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ആരും പ്രഖ്യാപിച്ചേക്കരുത്. സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ അല്ലാഹുവിന്റെ ദീനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു അല്ലാഹുവിനെ തഖ്വ ചെയ്ത് 5 വക്ത് കൃത്യമായി നിസ്കരിച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചു മരിക്കണം. അതാണ് അനുസരിക്കപ്പെടേണ്ടുന്ന, അംഗീകരിക്കപ്പെടേണ്ടുന്ന ആശയവുമായി മാത്രമാണ് നബിയെ തങ്ങൾ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സുന്നിയല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചും സുന്നിയല്ലാത്തവന് ഇടം നൽകുന്നവരെ സംബന്ധിച്ചും സഹീഹുൽ ബുഖാരി മനസ്സിൽ നോക്കൂ, ആവർത്തിച്ച് പറഞ്ഞ ഒരു ഹദീസ്. എന്താണത്? മൻ അഹ്ദഥ
എല്ലാവരും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ പുത്തൻവാദിയായാൽ അല്ലെങ്കിൽ പുത്തൻവാദിയാകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ. ആരാ പറയുന്നത്? പേരോടല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന സിറാജിലല്ല, മാതൃഭൂമിയിലുമല്ല, ബുഖാരിയിലെ വല്ലവനും പുത്തനാശയക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയം വേണമെന്നില്ല, പുത്തനാശയക്കാരന് ഇടം നൽകിയാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. വൽ മലായിക, ഓർമ്മിച്ചു വെച്ചോ, മലക്കുൽ മൗത്ത് മരണം കൊണ്ടുവരുന്നത് മലക്കാണ് കേട്ടോ, ഖബറിൽ ചോദ്യത്തിന് വരുന്നത് മലക്കാണ് കേട്ടോ, നരകവും സ്വർഗവും കാക്കുന്നത് മലക്കാണ് കേട്ടോ. മലക്കുകൾ ആ മലക്കിന്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. ആർക്കാണ് ശാപം? സുന്നത്ത് ജമാഅത്ത് വിട്ടവർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. വന്നാസി അജ്മഈൻ, സർവ നല്ല ജനങ്ങളുടെയും ശാപം. അത്തരം മഹാന്മാരുടെ ശാപം അതേ അവർക്ക് ഗൗസുല്ലാഹ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ലാനത്തുണ്ട്, ഇബ്രാഹിമിന്റെ ലാനത്തുണ്ട്, മമ്പറങ്ങളുടെ ലാനത്തുണ്ട്, ഉമർ ഖാദിന്റെ ലാനത്തുണ്ട്, സഹാബത്തിന്റെ ലാനത്തുണ്ട്, അയിമത്തിന്റെ ലാനത്തുണ്ട്. എല്ലാ മഹാന്മാരായ ജനങ്ങളുടെയും ലാനത്ത് പുത്തൻവാദിക്കുണ്ട്, പുത്തൻവാദിക്ക് ഇടം നൽകുന്നവർക്കുമുണ്ട്. വന്നാസി അജ്മഈൻ, പോരാ, ഞാനങ്ങ് പുത്തൻവാദിയായാൽ എന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? ഞാനൊരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ എന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? എന്റെ പിന്നിൽ ആളില്ലേ, എനിക്കും അതാ കയ്യടിയില്ലേ എന്ന് തോന്നണ്ട. അല്ലാഹുവിന്റെ റസൂല് പറയാനില്ല, യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കാത്തവന് ഇടം നൽകുന്നവനും അവന്റെ ഒരു ഫർളോ സുന്നത്തോ ആയ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, നിസ്കാരം സ്വീകരിക്കണോ, ഹജ്ജ് സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, നിങ്ങളെ കർമ്മം സ്വീകരിക്കണോ, നിങ്ങളെ നബിദിനം സ്വീകരിക്കണോ, സിയാറത്ത് സ്വീകരിക്കണോ, നിങ്ങളെ വാവ് സ്വീകരിക്കണോ, നിങ്ങളെ സ്ഥാപനം സ്വീകരിക്കണോ, നിങ്ങളെ സംഘടന സ്വീകരിക്കണോ, നിങ്ങളുടെ റാലിയും എല്ലാം സ്വീകരിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുത്തൻവാദിയുടേതും പുത്തൻവാദിക്ക് ഇടം നൽകുന്നവന്റേതും ഒരു ഫർദും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഭാരതവന്മാരെ, ഉമ്മമാരെ, പേരോട് പറഞ്ഞ ഈ ഹദീസ് ബുഖാരിയിലുണ്ടോ? നിങ്ങൾ പണ്ഡിതന്മാരോട് അന്വേഷിക്കൂ. ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കില്, എനിക്ക് സ്റ്റേജ് തന്ന നിങ്ങള്, ഭക്ഷണം തന്ന നിങ്ങള്, നൈത്രിക്ക് തന്ന നിങ്ങള്, സിറാജ് ഹുദ എന്ന സ്ഥാപനം 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മഖബറകൾ തകർത്ത് പള്ളികൾ കൈവശപ്പെടുത്തി മലയാളത്തിൽ ഖുതുബയാക്കി മാറ്റി, എല്ലാ ആചാരങ്ങളും തിരിമറി നടത്തി മക്ക മദീനയിലുള്ള 20 റകഅത്ത് തറാവീഹ് അടക്കം മാറ്റിയെട്ടാക്കി ചുരുക്കിയിട്ട് സുന്നത്ത് ജമാഅത്ത് നശിപ്പിച്ച്, അതാ വേരോടെ നശിപ്പിക്കാൻ ശ്രമിച്ച് 60 കൊല്ലത്തോളം താണ്ഡവമാടിയിട്ട് മഖബറകൾ അടിച്ചു പൊട്ടിച്ച് തകർത്ത് കളഞ്ഞ കുറ്റ്യാടിയിൽ പോയി ചെറിയൊരു ഓല ഷെഡ് കെട്ടി 19 സെന്റ് സ്ഥലത്ത് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി തുടങ്ങിയപ്പോൾ ഈ പാവപ്പെട്ട എന്റെ സിറാജുൽ ഹുദയുടെ ഓല ഷെഡ്
വീട്ടിലേക്ക് വന്ന് ഓരോ ദിവസവും മൂന്നിയൂരിലെ ഓരോ വീടുകൾ കയറി പിരിവെടുത്തുകൊണ്ടുവന്ന് സിറാജുവിനെ ശക്തിപ്പെടുത്തിയ മുഹമ്മദ് മുന്നിലിരിക്കുന്നുണ്ട്. അതുപോലെ പലരും ഈ സദസ്സിലിരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ സിറാജുവിനെ സഹായിച്ചവരുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനാണ് ആ പ്രവർത്തനം ചെയ്തത്? നമ്മൾ എന്തിനാണ് പ്രവർത്തിച്ചത്? നമ്മുടെ ഫർളും സുന്നത്തും സ്വീകരിക്കാനല്ലേ? അറിവില്ലാതെ പെട്ടുപോയ കുറ്റ്യാടിയിലും പരിസരങ്ങളിലുള്ള സാധാരണക്കാർക്ക് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനല്ലേ? അൽഹംദുലില്ലാഹ് 11 മഹല്ലുകളിൽ മാത്രമല്ല ദശക്കണക്കിന് സ്ഥലങ്ങളിൽ പള്ളികളും മദ്രസകളും ഉണ്ടാക്കി ഇന്ന് 13,000 കുട്ടികൾ പഠിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും ആ സ്ഥാപനത്തിൽ പഠിച്ച് 1500ഓളം കുട്ടികൾ അതാ അറബി കോളേജിൽ ഇറങ്ങിയവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിന്റെ പ്രചരണവുമായി മുന്നേറുമ്പോൾ, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ മുന്നേറുമ്പോൾ, അത്തരം ഒരുപാട് ഹിദ്മത്തുകൾ ചെയ്യാൻ ബാധ്യതയുള്ള നമ്മൾ അവിടെയും ഇവിടെയും ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നവന്റെ പിന്നാലെ പോയി സമയം കളയുമെന്ന് ഒരു ബുദ്ധിയുള്ളവരും ആലോചിക്കൂലല്ലോ. പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല ദീൻ ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ആ ദീൻ പ്രചരിപ്പിച്ച കാരണത്താൽ എല്ലാം വിട്ടൊഴിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും സ്നേഹിതന്മാരെയും അനുയായികളെയും നേതാക്കളെയും സുഹൃത്തുക്കളെയും സഹായികളെയും സഹകാരികളെയും എല്ലാം വിട്ടുപിരിഞ്ഞു ഒറ്റയ്ക്ക് യജമാനായ റബ്ബിന്റെ കോടതിയിലെ യാത്ര ചെയ്യുന്ന സമയം വരുമ്പോൾ പടച്ചറബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രഭാഷണങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആഖിബത്തുള്ളതായി മരിക്കാനുള്ള മാർഗമായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ അമലുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഉച്ചക്ക് 1:30 മണി സമയത്ത് 2 മണിക്കിടയിൽ തിരുവനന്തപുരത്ത് കേരള നിയമസഭാ സ്പീക്കർ രാമകൃഷ്ണൻ നമ്മുടെ പ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി മലപ്പുറം ജില്ലയിലൊക്കെ പ്രചണ്ഡമായ പ്രചരണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുത്ത് നടത്തണം. എല്ലാ സ്ഥലത്തും ബോർഡുകൾ സ്ഥാപിക്കണം. ചുമർ എഴുതാൻ പറ്റുന്ന ഹലാലായ ചുമരുകളിൽ എഴുതണം. അതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാ പ്രചരണവും നടത്തണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു. താജുൽ ഉലമയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം സിറാജുൽ ഹുദയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. കാരണം 850 സ്റ്റാഫുകളെ വിട്ട് നിർദ്ദേശം കൊടുക്കാൻ സൗകര്യമില്ല. താമസിച്ചു പഠിക്കുന്ന 1000 കുട്ടികളെ സ്ഥലത്ത് നിർമ്മിച്ചു കിട്ടാൻ സൗകര്യമില്ല. അങ്ങനെ നമുക്ക് പല പരിപാടികളും നടത്താൻ സൗകര്യമില്ല. അപ്പൊ താജുലിന്റെ പേരിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ ഓഡിറ്റോറിയത്തിന്റെ ആവശ്യത്തിന് നമ്മുടെ പ്രവർത്തകന്മാര്, സോണിലുള്ള പ്രവർത്തകന്മാര്, ഇവിടുള്ള പ്രവർത്തകന്മാര് സിറാജുലിന്റെ കവറും കൊണ്ട് ചിലപ്പോൾ പെണ്ണുങ്ങളെ സ്ത്രീകളെടുത്തും പുരുഷന്മാരെടുത്തൊക്കെ വീട്ടിലെത്തും. നല്ല സംഖ്യ നിക്ഷേപിച്ച് അത് നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം. അതോടുകൂടെ തന്നെ പ്രത്യേകം ചില പരിപാടികൾ സിറാജുലിനോടനുബന്ധിച്ച് 25 വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സാധുക്കൾക്ക് അതിലൊന്ന് മലപ്പുറം ജില്ലയിലുണ്ട്. ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവും. ഓരോ ജില്ലക്കും ഓരോന്നുണ്ട്. അതിന്റെ പുറമെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 10 വാർഡുകളിൽ കുടിവെള്ള പദ്ധതി സംവിധാനിച്ചു കൊടുക്കുന്നുണ്ട്. 25 പാവപ്പെട്ട വിധവകൾക്ക് സഹായം നൽകുന്നുണ്ട്. പിന്നെ 1000കണക്കിന് ഹെൽമെറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നിയമം ലംഘിക്കരുത് എല്ലാവരെയും പഠിപ്പിക്കാനാണ്, മനസ്സിലാക്കി കൊടുക്കാനാണ്. ഹെൽമെറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ഒന്ന് ഞാൻ പറയുന്നു. ജനുവരി 27 വെള്ളിയാഴ്ച പതാക ദിനം. അന്ന് എല്ലാ മഹല്ലത്തുകളിലുള്ള ഖബർസ്ഥാനി അതാത് മഹല്ലുള്ള പ്രവർത്തകന്മാർ മോമിനിയങ്ങൾ പോയി സിയാറത്ത് ചെയ്യണം. കാരണം അവിടെ ഒക്കെ ഉണ്ടാവും സിറാജുൽ ഹുദക്ക് എന്തെങ്കിലും ഒരു നേരത്തെ കൊടുത്ത ഒരാളെങ്കിലും അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തണം. അതുകൊണ്ട് എല്ലാ മക്ബറയും സിയാറത്ത് ചെയ്യണം. ജനുവരി 27 ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കൂടി പറയുന്നു, ഡിസംബർ 24 മുതൽ
മലപ്പുറം ജില്ലയുടെ ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഓരോ ജില്ലയിലുള്ള ഫാമിലികൾക്ക് വരാനൊരു ദിവസമുണ്ട്. ആ ഫാമിലികൾ അവിടെ വരുന്നത് 27 ചൊവ്വ, 27 ഡിസംബർ 27 ചൊവ്വ വെക്കേഷൻ കാലമാണ്. സിൽവർ ജൂബിലിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലുള്ള ഫാമിലിക്ക് മാത്രം ഒരു ഫാമിലി തസ്കിയ പരിപാടി, നല്ല കുടുംബ ക്ലാസ്. കാര്യം ഭർത്താവിനും തെറ്റാൻ പാടില്ല, അതുപോലെ തന്നെ തമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഫാമിലി തസ്കിയ 10 മണി മുതൽ 4 മണി വരെ. അതിനിടയ്ക്ക് നല്ലൊരു ദ്വായി ഫാമിലി തസ്കിയ. മലപ്പുറം ജില്ലക്കാർക്ക് 27, കോഴിക്കോട് ജില്ലക്കാർക്ക് 24. അങ്ങനെ ഓരോ ജില്ലക്കാർക്ക് ഓരോ ദിവസം. മലപ്പുറം ജില്ലയോട് ഞാൻ മലപ്പുറം ജില്ല മാത്രം പറഞ്ഞതാണ് 27-ന്. പക്ഷേ അതിന് വരുന്നവർ ഡിസംബർ 10-ന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. കാരണം ഉച്ചക്ക് നിങ്ങളെ പട്ടിണിയാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണ സാധനം കൊണ്ട് നശിപ്പിക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് പേര് ഡിസംബർ 10 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സംവിധാനമുണ്ട്, അതവിടെ വിളിച്ചാൽ മതി, ഞാൻ തീർക്കുന്നു. അങ്ങനെ പരിപാടിയുണ്ട്. ബാക്കിയുള്ള എല്ലാ പരിപാടികളിലും നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം, പങ്കെടുക്കണം എന്ന് കഴിവിന്റെ പരമാവധി ഓരോരുത്തരും സഹകരിക്കണം എന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാൻ.